തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പദ്ധതികൾ പൂർത്തിയായില്ലെങ്കിലും ഉദ്ഘാടനം ചെയ്യാനുള്ള തിരക്കിലാണ് ഭരിക്കുന്നവരൊക്കെ. എന്നാൽ തിരുവനന്തപുരം മണ്ണന്തലയിൽ 60 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഒരു പദ്ധതി 5 വർഷം കഴിഞ്ഞിട്ടും ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോലും ആർക്കും സമയമില്ല. എന്തുകൊണ്ടാണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാത്തതെന്ന് നാട്ടുകാർക്കും അറിയില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്നും നികുതി കൊടുത്തുകൊണ്ടേയിരിക്കും. അത് സ്വീകരിക്കുന്ന സർക്കാരാകട്ടെ ചില പദ്ധതികൾ പ്രഖ്യാപിക്കും. ആ പദ്ധതികൾ ഏറ്റെടുക്കുന്ന ജനപ്രതിനിധികൾ അവയൊക്കെ തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KR കൃഷ്ണൻ മെമ്മോറിയൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം മണ്ണന്തല ജംഗ്ഷനിൽ കടകംപള്ളി സുരേന്ദ്രൻ സഹകരണവും ദേവസ്വവും ടൂറിസവും വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 2019-20 ആസ്തി വികസന ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചിലവഴിച്ച നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയം. എനിക്ക് പിന്നിൽ കാണുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ MLA കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ നിർമ്മിച്ച ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയമാണ്. പക്ഷേ 5 വർഷത്തിനിപ്പുറം ഇതുവരെയും ഇത് ജനങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരപ്പെട്ടിട്ടില്ല. ₹60 ലക്ഷം രൂപ മുടക്കി ചെയ്ത ഈ സ്റ്റേജാണ്. അതിലാണെങ്കിൽ ഇതാ മേളിൽ നോക്കി അവർ കോൺക്രീറ്റ് പോലും ഇട്ടിട്ടില്ല, വെറും സീറ്റാണ്. 6 ഫാനും തൂക്കിയിട്ടിട്ട് കുറഞ്ഞ ടൈലും ഇട്ടിട്ട് ഇത് 60 ലക്ഷം ഒന്ന് എഴുതിയിട്ടെങ്ങനെ ജനങ്ങളെങ്ങനെ പറ്റിക്കണം? ₹60 ലക്ഷം രൂപ മുടക്കി ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇവിടെ പണിതിട്ട് 5 വർഷം പിന്നിടുന്നു. പണി പൂർത്തിയായെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. 5 വർഷം പിന്നിടുമ്പോഴും ഇതുവരെ ഈ പദ്ധതി ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോലും അധികൃതർക്കായിട്ടില്ല. ഇഴജന്തുക്കളുടെ ശല്യത്തിന് പുറമെ അന്തിയാകുമ്പോൾ മനുഷ്യർക്ക് അടിച്ച് പാമ്പാകാനുള്ള ഇടവുമായി ഇത് അകപ്പിടിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള തുക കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അത് അനാഥമായി കാണുന്ന രീതിയിൽ, കാട് പിടിച്ച് കാണുന്ന രീതിയിലാണ് ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഈ കൃഷ്ണൻ മെമ്മോറിയൽ, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണപ്പെട്ട ഒരു സഖാവായിരുന്നു. ശരിക്കും അദ്ദേഹത്തിനുള്ള അനാദരവാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടാനല്ലെങ്കിൽ പിന്നെ എന്തിന് ലക്ഷങ്ങൾ മുടക്കി ഇത്തരം പദ്ധതികൾ കെട്ടി ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ മണ്ണന്തലയിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം മാറാല മൂടി കാടുകയറിയ അവസ്ഥയിലാണ്. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം.